റമ്പാച്ചനായിട്ട് പഴയ സെമിനാരിയുടെ സ്ഥാപകനായി പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞത്. എനിക്കെല്ലാം അറിയാം, അദ്ദേഹത്തിൻ്റെ 2 കോൺട്രിബ്യൂഷൻസ്, ഏറ്റവും വലിയ 2 സംഭാവനകൾ. ഇതിനു മുൻപ് കൂടിയ കണ്ടനാട് പള്ളി പൊതുയോഗത്തിലെ തീരുമാനം അനുസരിച്ചുള്ള 2 കാര്യങ്ങൾ അദ്ദേഹത്തെയും കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചനെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഒന്ന്, വേദപുസ്തകം മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുക. 2, മലങ്കര സഭയിൽ വടക്കും തെക്കും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ വൈദിക പഠനശാലകൾ ഉണ്ടാവുക. ഇതിലാദ്യത്തേത് 1811 പണിഞ്ഞു. പണിയുന്നതിന് മുൻപ് തന്നെ, ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സന്തത സഹചാരിയായി പ്രവർത്തിച്ച കായംകുളം റമ്പാച്ചൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പുലിക്കോട്ടിൽ വിട്ടൂർ റമ്പാച്ചനാണ്, അന്ന് വിട്ടൂർ അച്ഛൻ ആണ് അത് വേദപുസ്തകം പ്രസിദ്ധീകരിക്കുവാനായിട്ട് ഒടുവിൽ അതിൻ്റെ നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹത്തിനാണ് സാധിച്ചത്. തുടർന്ന് അടുത്ത ഉടനെയുള്ള പദ്ധതിയായിരുന്നു ഒരു പഠന വീട് ഉണ്ടാവുക. അന്ന് റാണി ഗൗരിബായി അവരുടെ പ്രത്യേക താല്പര്യപ്രകാരം അതിനുവേണ്ടി വിദേശ മിഷണറിമാരെ, കൽക്കട്ട മിഷണറിമാരെ എല്ലാം, ബുക്കാനാൻ സാഹിബിനെ എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഒരു സുദൃഢമായ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലമൊരുക്കി മീനച്ചിലാറിന്റെ തീരത്ത് 16 ഏക്കർ സ്ഥലം കരമൊഴിവായി സഭയ്ക്ക് ലഭ്യമാക്കുവാൻ ഈ കുന്നംകുളത്തുകാരുടെ, ഈ പഴനിപ്പള്ളിയുടെ വികാരിക്ക് അന്ന് കഴിഞ്ഞു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു. സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പട്ടിപ്പണത്തിൻ്റെ പലിശ മേടിച്ചിട്ട് വേണം സെമിനാരി പണിയുവാനായിട്ട്. അന്നുള്ള ബന്ധങ്ങളനുസരിച്ച്, സഭയുടെ ഒന്നിച്ചുള്ള താല്പര്യമനുസരിച്ച് വിട്ടൂർ റമ്പാച്ചൻ അത് വാങ്ങുകയുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്തയായി തീർന്നെങ്കിൽ മാത്രമേ അതിനുള്ള നിയമ തടസ്സങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ പശ്ചാത്തലത്തിൽ അന്നത്തെ തൊഴിയൂർ സഭയുടെ അധ്യക്ഷൻ കിടങ്ങൻ ഫിലിപ്പോസ് തിരുവനന്തപുരത്തോട് സഭ അഭ്യർത്ഥിക്കുകയും അദ്ദേഹം ഈ വിട്ടൂർ റമ്പാച്ചനെ ഈ ദേവാലയത്തിൽ വെച്ച് സഭയുടെ ആവശ്യപ്രകാരം, സഭയുടെ തീരുമാനപ്രകാരം, പള്ളിപ്രതിപക്ഷ യോഗത്തിന്റെ തീരുമാനപ്രകാരം ഈ ദേവാലയത്തിൽ വെച്ച് മെത്രാപ്പൊലീത്തയായി വാഴിക്കുകയും ചെയ്തു. ദേശീയനായ തദ്ദേശീയ കൈവപ്പോടുകൂടി മലങ്കര മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണ്, മറ്റ് ഒരിടത്തും ചെന്ന് മേടിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിച്ച ഒരു പിതാവാണ്. ആ പിതാവിനെ കൂടി സ്മരിക്കുന്ന ഒരവസരമാണ് ഇത്. ഈ പതാക കുന്നംകുളത്ത് നിന്ന്, കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴഞ്ഞി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് അത് പുത്തമ്പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് സ്മാരക കബറിടമുള്ള പുത്തമ്പള്ളിയിൽ നിന്ന് ഇവിടെ എത്തിച്ചു. ബഹുമാനപ്പെട്ട പത്രോസ് പുലിക്കോട്ടിലച്ഛനും സ്ഥാനങ്ങളിലായിരിക്കാം, സംഘാടകരെ മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടെ ഇവിടെ എത്തിച്ചു. ഇവിടെ നിന്ന് ഇത് ഒരു പ്രയാണമായിട്ട് പോവുകയാണ്. ഭദ്രാസന സെക്രട്ടറി ഗീവർഗീസ് കോലത്തച്ഛൻ തന്നെ അതിന് നേതൃത്വം വഹിക്കുന്നു. എല്ലാ ആശംസകളും ഈ നേരത്ത് അർപ്പിക്കുകയാണ്. ഈ പ്രയാണം ഓർപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൽ വെച്ച് നിയോഗം പോലെ ഞാൻ പറയുകയാണ്, പരിശുദ്ധന്മാരെ ആരും പ്രഖ്യാപിച്ച് ഉണ്ടാക്കേണ്ടതല്ല. പരിശുദ്ധ പുലിക്കോട്ട് തിരുമേനിമാർ 2 പേരും മലങ്കരയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധന്മാർ തന്നെയാണ്. മാർത്തോമാ ശ്ലീഹാ മുതൽ ഇന്നയോളം
മലങ്കര സഭയെ മേച്ചു ഭരിച്ച പിതാക്കന്മാരെല്ലാം പരിശുദ്ധന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടേണ്ടവരാണ്. എന്നാൽ പ്രത്യേക ചില പരിഗണനകളുടെ പശ്ചാത്തലത്തിലാണ് സഭയിൽ പരിശുദ്ധ പരിമല തിരുമേനിയെ പ്രഖ്യാപിത പരിശുദ്ധനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം അടുത്ത കാലത്ത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെയും ആ പദവിയിലേക്ക് ഉയർത്തി. അങ്ങനെ ഉയർത്തപ്പെട്ടപ്പോൾ നല്ലതാണ്, തെറ്റൊന്നുമില്ല. എന്നാൽ പഴയ സെമിനാരിയിൽ അങ്ങനെ ഉയർത്തപ്പെട്ടത് മുതലുള്ള ഒരു പ്രയാസം എന്ത് എന്ന് ചോദിച്ചാൽ, പഴയ സെമിനാരിയുടെ സ്ഥാപനം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ഉൾപ്പെടെയുള്ള അനേകരുടെ ഗുരുക്കന്മാരുമായ മലങ്കരയുടെ മുഴുവൻ ഗുരുവായ പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയും അതിനുശേഷം ഏകദേശം 90 വർഷങ്ങൾക്ക് ശേഷം കാലം ചെയ്ത പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയും, ആ 2 കബറിടങ്ങൾ പഴയ സെമിനാരിയിൽ ഉള്ളപ്പോഴാണ് അതിനുശേഷമുള്ള ഒരു കബറിടത്തിൽ ഒരു പരിശുദ്ധൻ ജനിക്കുകയും മറ്റ് കബറിടങ്ങളിൽ ചാർത്തും നീതിയെ ചൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. തുറന്നു പറഞ്ഞാൽ അന്നു മുതൽ പഴയ സെമിനാരിയിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിൽ ഒരു നൊമ്പരമുണ്ട്. അത് പഴഞ്ഞി പള്ളിയിൽ വെച്ച് ഈ സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ പ്രയാസം തിരുത്തണമെങ്കിൽ ഈ 2 പിതാക്കന്മാരും മലങ്കര സഭയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട്, ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ലഭ്യമാണ്. പുലിക്കോട്ട് തിരുമേനിയും പരിമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും ഒക്കെ കേസും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയുടെ കബറിങ്കൽ പ്രാർത്ഥിച്ച് ധൂപമർപ്പിച്ച് നേർച്ചയിട്ടുകൊണ്ടാണ് പോയത് എന്നുള്ളതിന് രേഖകളുണ്ട്. അതുകൊണ്ട് വിസ്മൃതി ആണ്ടുപോയ അല്ലെങ്കിൽ മറ്റാരൊക്കെയോ ശ്രമിച്ച് തമസ്കരിക്കാൻ ശ്രമിച്ചതായ ഈ പിതാക്കന്മാരെ വെളിച്ചത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം, കടപ്പാട് മലങ്കര സഭയ്ക്കുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുവാനുള്ള ഒരു നല്ല സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഇടവാങ്ങുമാണ് പരിശുദ്ധ വെളിയുന്ന ഞാനും ഈ നാട്ടിലായവരൊക്കെയാണ്. നമ്മൾ ഒന്നിച്ച് ശബ്ദിച്ചാൽ ഈ തെറ്റ് തിരുത്തുവാനായിട്ട് നമുക്ക് കഴിയും. ഈ പതാക പ്രയാണം കോട്ടയത്ത് എത്തുമ്പോൾ അതിനുള്ളൊരു നാമ്യം കൂടി കുറിക്കുവാൻ ഇടയാകട്ടെ. ഇതിനെയൊക്കെ ഓർപ്പിച്ചപ്പോഴാണ് 200 വർഷമായ സെമിനാരി സ്ഥാപിച്ചത് ആരാണെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ഇതുവരെയുള്ള നമ്മുടെ ആ ആവശ്യങ്ങളൊക്കെയും അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയും ന്യായമായ ആവശ്യങ്ങൾ ഒന്നിച്ച് നാം ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ സാധ്യമായി തീരും. ആ ഒരു ആശംസ കൂടെ നൽകിക്കൊണ്ട് ഈ പതാക പ്രയാണത്തിന് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഇതിന്റെ ഒടുവിൽ ചൊവ്വാഴ്ച വൈകിട്ട് ദേലിയാകത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ സ്വീകരിക്കുവാനും ബലഹീനായ എന്നെ സെമിനാരി മാനേജർ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാകാം എന്ന് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗീവർഗീസ് തോലത്ത് അച്ഛനും ഈ പതാക പ്രയാണത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വോളണ്ടിയേഴ്സിനും എല്ലാ പ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ദൂരപ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിച്ച് പതാക പ്രയാണം ആരംഭിക്കാം. Gracias.
തന്നെ